നമസ്കാരം. വാർത്താവേള ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് അന്തർ സംസ്ഥാന ബസ്സുകളിൽ പരിശോധന നടക്കുകയാണ്. കൊച്ചിയിലും തൃശൂരിലും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ചട്ടം ലംഘിച്ചെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. വിഷ്ണു, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? പരിശോധന ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? പ്രിയ, രാവിലെ 5 മണി മുതൽ കൊച്ചിയിലെ ഇടപ്പള്ളിക്ക് സമീപമുള്ള കൂനന്തയിൽ വെച്ചായിരുന്നു വാഹനങ്ങളുടെ പരിശോധന. അന്യസംസ്ഥാന സർവീസ് നടത്തുന്ന വിവിധ കോൺട്രാക്ട് ഗ്യാരേജുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനയിൽ ഇതുവരെ 50-ലധികം വാഹനങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ഇതിൽ 14 വാഹനങ്ങൾ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തി. ആ 14 വാഹനങ്ങൾക്ക് പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ ഈടാക്കിയിട്ടുണ്ട്. കൂടാതെ മതിയായ രേഖകളില്ലാതെ സർവീസ് നടത്തിയതിനും വാഹനങ്ങളെ പിടികൂടിയിട്ടുണ്ട്. അവരുടെ തൊഴിലാളികളോടും അല്ലെങ്കിൽ ഉടമസ്ഥരോടും യാത്രക്കാരെ യഥാവിധം ഇറക്കിവിട്ട ശേഷം ഈ RTOക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കല്ലട എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു ബസ്സിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വാർത്തകളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ നെറ്റ് റൈഡേഴ്സ് എന്ന പേരിലുള്ള ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനയിൽ ഉടനീളം കുടുങ്ങിയത് അനധികൃതമായി ചരക്ക് നീക്കം നടത്തിയ സ്വകാര്യ കാരേജുകൾ തന്നെയായിരുന്നു. കോൺട്രാക്ട് കാരേജുകൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റിലുള്ള ആളുകളെ മാത്രമേ എടുക്കാൻ സാധിക്കൂ. അവരെ വേണ്ട സ്ഥലങ്ങളിൽ ഇറക്കിവിടാനും, എന്നാൽ സീറ്റിൽ ആളൊഴിയുന്നതിനനുസരിച്ച് സ്റ്റേജ് ഗ്യാരേജായി അല്ലെങ്കിൽ സ്റ്റേജ് തരത്തിൽ, അതായത് തൃശ്ശൂരിൽ ആളിറങ്ങുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് പകരം ആളെ കയറ്റുന്ന ഒരു സംവിധാനമായാണ് പല ബസ്സുകളും പ്രവർത്തിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായ ചാർജുകളാണ് അവർ ഈടാക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ന് നടന്ന പരിശോധനയിൽ പോലീസ് പിടികൂടിയിരുന്നു. 14 ബസ്സുകളാണ് പിഴ ശിക്ഷ ഈടാക്കിയത്. 14 ബസ്സുകളിൽ നിന്ന് 5000 രൂപ വീതം 70,000 രൂപയാണ് കൊച്ചിയിൽ നിന്ന് മാത്രമായി ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ നെറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിൽ ഏകദേശം സംസ്ഥാനത്തുടനീളം 150-ലേറെ ബസ്സുകൾ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ 14 ബസ്സുകൾ കൊച്ചിയിൽ നിന്നാണ്. 50 ബസ്സുകളിലധികം പരിശോധന നടത്തി. നമുക്കറിയാം, കേരളത്തിൽ മതിയായ രേഖകളോടെ പ്രവർത്തിക്കുന്ന ഏകദേശം 50 സർവീസുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പലതും താൽക്കാലിക കോൺട്രാക്ട് അല്ലെങ്കിൽ താൽക്കാലിക അനുമതി മാത്രം നേടിക്കൊണ്ടാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ബസ്സുകൾക്കെല്ലാം തന്നെ ഉള്ളത് ഒരു ദിവസം കേരളത്തിൽ വന്നു പോകാനുള്ള അനുമതിയാണെങ്കിൽ തന്നെയും അതിൽ കൂടുതൽ സർവീസുകൾ നടത്തുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ പൂട്ട് വീണത്. നമുക്കറിയാവുന്ന പോലെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അതുപോലെ തമിഴ്നാട്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം കിട്ടേണ്ടുന്ന ലാഭം, അതാണ് ഇപ്പോൾ കൊള്ളലാഭം കൊയ്തുകൊണ്ട് ഈ സ്വകാര്യ ഏജൻസികൾ കൈപ്പറ്റുന്നത്. രാത്രി സമയങ്ങളിൽ തിരക്ക് കുറവായതിനാൽ ഇവ നടത്തുന്ന മരണപ്പാച്ചിലും എല്ലാം തന്നെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ രാവിലത്തെ സമയം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം കർണാടകയിൽ നിന്നും ബാംഗ്ലൂരുവിൽ നിന്നും ഉൾപ്പെടെ പുറപ്പെടുന്ന ദീർഘദൂര ബസ്സുകൾ ഇവിടെ കൊച്ചിയിലെത്തുന്ന സമയം ഏകദേശം ഈ ഒരു പുലർച്ചെ സമയമാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഈ ഒരു നേരം തിരഞ്ഞെടുത്ത്. നാളെയും പരിശോധന ഉണ്ടാകുമെന്ന് ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധനകൾ തന്നെ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നടക്കും. നമുക്കറിയാം, ഇന്ന് നടന്ന പരിശോധനയും ഏറെ കുറ്റമറ്റ രീതിയിൽ, പഴുതടച്ച രീതിയിലുള്ളതായിരുന്നു. സംസ്ഥാനത്തിന്റെ അതിർത്തികളിലും മറ്റ് ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധന നടത്തി. എറണാകുളത്തിന് പുറമെ വാളയാറിലും തൃശ്ശൂരിലും ഈ ഒരു പരിശോധന നടന്നിട്ടുണ്ട്. പ്രിയ, വിഷ്ണു, അതായത് ഇപ്പോൾ പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നടന്ന ഈ ഒരു പരിശോധനയിൽ എത്ര ബസ്സുകൾക്ക് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിച്ചത്? എത്രത്തോളം ബസ്സുകളുടെ ക്രമവിരുദ്ധമായ നടപടികൾ കണ്ടെത്തിയിട്ടുണ്ട്? പ്രിയ, 54 വാഹനങ്ങളാണ് കൊച്ചിയിൽ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. പരിശോധന ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കാരണം ഏറെ തിരക്ക് പിടിച്ച ഒരു പാതയാണിത്, ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ബസ്സുകൾ ഇവിടെ തടയുന്നത് വലിയ രൂക്ഷമായ ഗതാഗത കുരുക്കിന് വഴിവെക്കുമെന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. നാളെയും തുടരും. ഈ 54 ബസ്സുകളിൽ 14 ബസ്സുകൾക്ക് പിഴശിക്ഷ ഈടാക്കിയിട്ടുണ്ട്. കാരണം ഇവയിൽ പ്രധാനമായും കണ്ടെത്തിയത് ഇത്തരത്തിൽ സ്റ്റേജ് കാരേജുകളായി വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റി എന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ്. കൂടാതെ ഈ ഇത്തരം ബസ്സുകളിൽ യാത്രക്കാരുടെ ലഗേജ് അല്ലാതെ മറ്റു യാതൊരു തരത്തിലുള്ള ലഗേജും കയറ്റാൻ പാടില്ല എന്നിരിക്കെ
നിരവധി ചരക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചരക്കുകൾ ഇത്തരത്തിൻ്റെ ബസ്സുകളുടെ ലഗേജ് ക്യാബിനുള്ളിൽ കണ്ടെത്തുകയും ഉണ്ടായി. ഇവയിൽ കൂടുതലും ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരുടെ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ വലിയ ചാർജ് ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നടക്കുന്ന അന്തർ സംസ്ഥാന സർവീസുകളിൽ നിന്ന് വഴി കൊച്ചിയിലും അതുപോലെ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും എത്തിക്കുന്നത്. ഇവയെല്ലാം തന്നെ പിടികൂടി ഇവയ്ക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്തിരുന്നു. അത് 14 ബസ്സുകൾക്ക് ഈ പിഴ ഈടാക്കിയിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഇതിന് പുറമെ 2 ബസ്സുകൾ പിന്നീട് പിഴ അടച്ചോളാമെന്ന് അറിയിച്ച് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ ഈ ബസ്സുകളെല്ലാം തന്നെ നിയമലംഘനം കണ്ടെത്തിയ ബസ്സുകളുടെ ഉടമസ്ഥരോടും തൊഴിലാളികളോടുമെല്ലാം തന്നെ നേരിട്ട് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ RTO ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഈ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങിയതിലൂടെ വലിയ രീതിയിൽ ചട്ടലംഘനം നടത്തിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതോടെ ഇവരുടെ ഓഫീസിലും ഇതിൻ്റെ ഭാഗമായുള്ള പരിശോധന നടക്കും. മതിയായ രേഖകൾ LAPT ഉൾപ്പെടെയുള്ള രേഖകൾ ഇവർക്കുണ്ടോ എന്ന കാര്യവും ചർച്ച അല്ലെങ്കിൽ പരിശോധിക്കും. പ്രിയ, വിഷ്ണു, ഈ കല്ലട സുരേഷ് ബസിന്റെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യാപകമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചതിലൂടെ ഇത്രയും നാൾ ഇത്തരത്തിലുള്ള ഈ ബസ്സുകൾ ഏതെല്ലാം രീതിയിലുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയ പ്രധാന കാര്യം അന്തർ സംസ്ഥാന ബസ്സുകളിലെ വ്യാപകമായ ചരക്കു നീക്കം, കൂടുതൽ തുക ഈടാക്കുന്ന പ്രശ്നം, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്? പ്രിയ, ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് 14 വാഹനങ്ങൾ പിഴയടച്ചതിൽ ഏകദേശം 9ഓളം വാഹനങ്ങൾ ഇതേ കല്ലട ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇവർ നിർലോഭമായി ഈ ഒരു പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ യഥാർത്ഥത്തിൽ പൊതുജനത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. സൗകര്യങ്ങളും അതുപോലെ ആഡംബരവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളെയാണ് ഇവർ കാര്യമായി ഉന്നം വെച്ചിരുന്നത്. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഏറെ അകന്നോ ജോലി ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് പോയി വരുന്നതിനും രാത്രി സമയത്തുള്ള യാത്ര ആ ഒരു സമയം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വകാര്യ കാരേജുകളെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇവിടെ നിന്നെല്ലാം തന്നെ സംഭവിച്ചത് ഈ ഒരു ബസ്സുകളിൽ ഇവയുടെ മറവിൽ തന്നെ നിരവധി തരത്തിലുള്ള നിയമലംഘനം നടത്തി എന്നത് തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ ലഗേജുകൾ കൊണ്ടുപോകാൻ, യാത്രക്കാരുടേതല്ലാത്ത ലഗേജുകൾ കൊണ്ടുപോകാൻ ഒരിക്കലും ഇത്തരത്തിൽ കോൺട്രാക്ട് കാരേജുകൾക്ക് അവകാശമില്ല. എന്നാൽ ഇവർ ഈ ഒരു കാര്യം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് നിരവധി ബസ്സുകളുടെ ലഗേജ് ക്യാബിൻ തുറന്നപ്പോൾ തന്നെ അതിനുള്ളിൽ നിരവധി ചാക്കുകെട്ടുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. ഇവയൊന്നും യാത്രക്കാരുടേതല്ല, അധിക തുക കൊടുത്ത് മറ്റ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ കയറ്റിവിടുന്ന സാധനമാണ്. ഇത്തരത്തിൽ കള്ളക്കടത്തിന് പോലുമുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. എന്നാൽ ഇന്ന് നടന്ന പരിശോധന കേരളത്തിൻ്റെ മുഴുവൻ അതിർത്തികളിലും ഏറെക്കുറെ മുഴുവൻ ജില്ലകളിലുമാണ് ഒരേ സമയം നടന്നത്. അതുകൊണ്ട് തന്നെ നിയമലംഘകർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയും ഏറെ കുറവായിരുന്നു. ഇതിന് പുറമെ ഇന്ന് നടത്തിയ പരിശോധനയിൽ പ്രധാനമായും കണ്ടെത്തിയത് ഇത്തരത്തിൽ സ്റ്റേജ് കാരേജുകളായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്റ്റേജ് കാരേജുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായി അറിയാം KSRTC പോലെയുള്ള സർവീസുകളാണ്. അതായത് ഒരു സ്റ്റോപ്പിൽ നിന്ന് ആളെ എടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ആളെ ഇറക്കി അവിടെ നിന്ന് പകരം ആളെ എടുക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ലൈസൻസ് ഇത് ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ഈ പ്രൈവറ്റ് കാരേജുകൾക്കില്ല. കാരണം ഇവയെല്ലാം തന്നെ കോൺട്രാക്ട് വാഹനങ്ങളാണ്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ആ ബുക്ക് ചെയ്ത യാത്രക്കാരെ മാത്രം ബംഗളൂരുവിൽ നിന്ന് തുടങ്ങുന്ന ബസ്സാണെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇറക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബംഗളൂരുവിൽ നിന്ന് കയറുന്നയാൾ ഒരാൾ കോഴിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോഴിക്കോടിനോ അതിനുശേഷമോ ഉള്ള സ്റ്റോപ്പിൽ നിന്നും പകരം ഒരാളെ കയറ്റി അധിക തുക വാങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനു പുറമെ 50-ലധികം ബസ്സുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഏകദേശം 50ഓളം ബസ്സുകൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ഗ്യാരേജുകൾ. എന്നാൽ കേരളത്തിൽ ഉടനീളം സർവീസ് നടത്തുന്ന കോൺട്രാക്ട് ഗ്യാരേജുകളുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം കള്ളക്കളികൾ പുറത്തു വന്നുകൊണ്ടിരുന്ന കല്ലട ട്രാവൽസിൻ്റേത്. കല്ലട ട്രാവൽസിന് 100-ലധികം കാരേജ് ലൈസൻസ് ഉണ്ടെന്ന അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇതിനു പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാരേജുകൾ, അതായത് കോൺട്രാക്ട് കാരേജുകൾ, ഇവരുടെ പ്രത്യേകത ഇവ ഒറ്റത്തവണ ലൈസൻസാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റത്തവണ മാത്രം സർവീസ് നടത്താൻ, ഒരു ദിവസത്തേക്കുള്ള സർവീസ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ബസ്സുകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ലൈസൻസിൻ്റെ മറവിൽ കൂടുതൽ ദിവസങ്ങളിൽ ചെയ്യുന്നൊരു കാഴ്ചയാണ്.
വിഷ്ണു, ഒപ്പം തന്നെ ഈ ട്രാവൽ ഏജൻസികളുടെ കാര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി ട്രാവൽ ഏജൻസികളാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ നിരവധി ട്രാവൽ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ട്രാവൽ ഏജൻസികളുടെ കാര്യത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ്? പ്രിയ, തീർച്ചയായും ഇപ്പോൾ പ്രാഥമികമായി ബസ്സുകളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് പരിശോധന നടത്തിയത്. മേലെ പറഞ്ഞ പോലെ സ്റ്റേജ് കാരേജുകളായി പ്രവർത്തിക്കുന്നത്, അതുപോലെ ചരക്ക് അനധികൃതമായി കടത്തുന്നത് ഉൾപ്പെടെയുള്ള ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇതുവരെയായി പരിശോധിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനു പുറമെ നിരവധി കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിൽ സർവീസുകൾ, അന്തർ സംസ്ഥാന സർവീസുകൾ ആളുകളെ കൊണ്ടുപോകുന്നതിന് LAPT ഉൾപ്പെടെയുള്ള ലൈസൻസുകൾ ഇത്തരത്തിലുള്ള സ്വകാര്യ കാരേജുകൾക്ക് ആവശ്യമായുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവരുടെ ഓഫീസുകളിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. ഇതിന്റെ ഭാഗമായി തന്നെ വരും ദിവസങ്ങളിൽ ഓഫീസുകളിൽ, വിവിധ ട്രാവൽസുകളുടെ ഓഫീസുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ RTO നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശോധനകൾ നടക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മതിയായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടാനുള്ള അല്ലെങ്കിൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള തരത്തിലുള്ള നടപടികൾ വരെ ഈ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലുണ്ടാകും. ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. അതിൽ തന്നെ ശക്തമായ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം കല്ലട ട്രാവൽസിനെ സംബന്ധിച്ച് നടന്ന ഒരു സംഭവമാണ് കേരളത്തിൽ ഇത്രയധികം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ കാരേജുകളുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിശോധന കൂടുതൽ ശക്തമാക്കും. ഓഫീസുകളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കും. ഇതിൽ നിന്ന് കൂടുതൽ ചൂഷണങ്ങളുടെ കഥകളും അതുപോലെ ആളുകളെ പറ്റിക്കുന്ന ഇത്തരം സ്വകാര്യ കാരേജുകളുടെ കള്ളക്കളികളും വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെ വേണം കരുതാൻ. പ്രിയ, ഇന്നിപ്പോൾ പരിശോധന നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തിരക്ക് ഏറിയ സമയമാണ്, അതുകൊണ്ടാണ് പരിശോധന അവസാനിപ്പിച്ചതെന്ന് വിഷ്ണു പറഞ്ഞു കഴിഞ്ഞു. ഇനി എപ്പോൾ ഇത് പുനരാരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്? പ്രിയ, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ പരിശോധന കാര്യക്ഷമമായി തന്നെ കൊണ്ടുപോകാനാണ് ഗതാഗത വകുപ്പിന്റെ ഉദ്ദേശം. കാരണം ഇന്ന് ഇപ്പോൾ ഈ ഒരു നേരം കൊണ്ട് വരെ, ഇത്രയും നേരം കൊണ്ട് മാത്രം പോലീസിന് പിടിക്കാനായത് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന് പിടിക്കാനായത് 50-ലേറെ വാഹനങ്ങളാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തുടർച്ചയായി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നിയമലംഘനം നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള നിയമത്തിന് ഒരു ഭയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ആളുകളെ കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉൾപ്പെടെ ബസ് ജീവനക്കാരായി ഈ ഒരു മേഖലയിലുണ്ട്. ഇതിന്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ നമ്മൾ യാത്രക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കണ്ടത്. ബസ്സുമായി യാതൊരു അടുപ്പവുമില്ലാത്ത ആളുകളെന്ന് അതിന്റെ ഉടമ തന്നെ അവകാശപ്പെട്ട ഏതാനും പേർ വൈറ്റിലയിൽ വെച്ച് ബസ്സിലേക്ക് എത്തി യാത്രക്കാരനെ ബസ്സിൽ നിന്ന് ഇറക്കി മർദ്ദിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ബസ് ജീവനക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ളവ ഏറെ ചർച്ചയ്ക്ക് വിധേയമായിരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സുകളെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിലും ബസ്സുകളിൽ പരിശോധന ശക്തമാക്കേണ്ടതുണ്ട്. ഒരു ദിവസം മാത്രം പരിശോധന നടത്തിയാൽ കേവലം ഇന്ന് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ ഇന്ന് മറ്റ് ബസ്സുകളിൽ നിന്ന് പാസ് ചെയ്ത് കിട്ടുന്ന വിവരം ഉപയോഗിച്ച് ഇന്നൊരു പക്ഷേ നിയമത്തിന് അവർ വിധേയരായി പ്രവർത്തിച്ചാലും നാളെ ഈ നിയമം ലംഘിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഊർജ്ജക്ഷമമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി തന്നെ ഈ ഒരു പരിശോധനകൾ തുടരേണ്ടതുണ്ട്. നിയമലംഘകർ കുടുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചട്ടലംഘനം നടത്തുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശോധന കാര്യക്ഷമമായി ഊർജിതമായി തന്നെ നടത്താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ശക്തമായ പരിശോധന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മേഖല കുറ്റമറ്റതാക്കണമെന്ന ഉറച്ച തീരുമാനം തന്നെയുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനകളായാൽ തന്നെയും പറയുന്നത്, ബസ് യാത്രക്കാർ പറയുന്നത്, KSRTC ഉൾപ്പെടെയുള്ളവർ ഇന്ന് അന്യസംസ്ഥാന അല്ലെങ്കിൽ ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട്. അവയെ ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ അത്യാധുനിക രീതിയിലുള്ള ആഡംബര സൗകര്യത്തോടു കൂടിയുള്ള യാത്രയാണ് ഇപ്പോൾ ഈ യാത്ര മറ്റുള്ളവർ സ്വകാര്യ ബസ്സുകളിലേക്ക് അടുപ്പിക്കുന്നത്. ഏകദേശം 50,000-ലധികം ആളുകൾ ഒരു ദിവസം ഇത്തരത്തിൽ സ്വകാര്യ കാരേജുകളെ ആശ്രയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അനധികൃതമായി ഇവർ സമ്പാദിക്കുകയാണ്. 50 ബസ്സുകൾ സർവീസ് നടത്തിയാൽ 50,000 പേരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ബാക്കി കിട്ടേണ്ടുന്ന തുക എന്ന് പറയുന്നത് KSRTC അല്ലെങ്കിൽ തമിഴ്നാട് RTC, കർണാടക RTC എന്നിവർക്കുള്ളതാണ്. പക്ഷെ അവർക്കത് കിട്ടുന്നില്ല. പകരം ഇത്തരത്തിൽ അന്യായമായി കൊള്ളലാഭം കൊയ്തുകൊണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വകാര്യ കാരേജുകളാണ് ഇത്തരത്തിൽ സർവീസുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കടിഞ്ഞാണിടേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന ഒരു കണ്ടെത്തൽ കൂടി ഈ ഒരു ഗതാഗത വകുപ്പ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി സുരക്ഷിതമായ യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുന്നതിന് പരിശോധനകൾ ശക്തമാക്കാനും കനത്ത നടപടികളിലേക്ക് പോകാനും തന്നെയാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. പ്രിയ, ശരി.
സംസ്ഥാനത്തെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ മിന്നൽ പരിശോധന രാവിലെ മുതലാണ് പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ വിവിധ ബസ്സുകളിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണുപ്രസാദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം യാത്രക്കാരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയാണെന്ന പരാതിയെ തുടർന്ന് കല്ലട ട്രാവൽസ് ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. മെയ് 29-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകാനാണ് കമ്മീഷൻ അംഗം പി മോഹൻദാസ് ഉത്തരവിട്ടത്. അതേസമയം തിരുവനന്തപുരത്ത് നടന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കല്ലടയുടെ ഓഫീസിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കല്ലട ട്രാവൽസ് ഉടമ സുരേഷ് കല്ലട മെയ് 29-ന് രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകാനാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് ഉത്തരവിട്ടത്. കല്ലടയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയോഗിച്ച പ്രത്യേകം അന്വേഷണം നടത്തണമെന്നും ഡിവൈഎസ്പിയെ നിയോഗിക്കുവാനുള്ള ചുമതല എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്കാണ് നൽകിയിരിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിനു പുറമെ ഗതാഗത കമ്മീഷണറും അന്വേഷണം നടത്തണം. ഗതാഗത കമ്മീഷണറും എറണാകുളം ജില്ലാ പോലീസ് മേധാവിയും 3 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും സുരേഷ് കല്ലടയും വിശദീകരണം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം തിരുവനന്തപുരത്തെ ബസ് ബുക്കിംഗ് ഓഫീസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ കല്ലട ട്രാവൽസും കല്ലടയുടെ ബുക്കിംഗ് ഓഫീസുകളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ഓഫീസുകളിൽ ലൈസൻസ് ഇല്ലാത്ത LAPT ലൈസൻസ് എടുക്കാത്ത ഓഫീസുകൾ, ടിക്കറ്റിംഗ് ഏജന്റുമാരുടെ ഓഫീസുകളിൽ അവർക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ LAPT ലൈസൻസ് എടുത്തിരിക്കണം എന്ന് കാണിച്ച് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇല്ല, അവർക്ക് ലൈസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഇത് കല്ലട നേരിട്ട് നടത്തുന്ന ഏജൻസിയാണോ? ഇപ്പോൾ കയറിയ 2 കല്ലട നേരിട്ട് നടത്തുന്നതാണ്. ബാക്കി വേറെ വണ്ടികളുടെയൊക്കെ ഏജന്റുമാരാണ്. പരിശോധനയിൽ കല്ലട ട്രാവൽസിന്റെ 6 ബസ്സുകൾ ഉൾപ്പെടെ 23 ബസ്സുകൾക്ക് 5000 രൂപ വീതം പിഴ ഈടാക്കിയിട്ടുണ്ട്. അനധികൃതമായി ചരക്ക് കയറ്റുന്നതിനും പിഴ ചുമത്തി. തുടർന്നും കൃത്യമായി പരിശോധനകൾ ഉണ്ടാകുമെന്നും നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മോദിക്കെതിരായ ചട്ടലംഘന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാനില്ല. സൈന്യത്തിന്റെ പേരിൽ മോദി വോട്ട് തേടിയതിനെതിരെയുള്ള പരാതികളാണ് കാണാനില്ലാത്തത്. മോദിക്കെതിരെ CPIM ഇതുവരെ നൽകിയത് 4 പരാതികൾ. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരമെന്നും തെറ്റുതിരുത്താൻ കമ്മീഷൻ ഉടൻ തയ്യാറാകണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം മറികടന്ന് നിരവധി തവണയാണ് നരേന്ദ്രമോദി സൈനികരുടെ പേരിൽ വോട്ട് തേടിയത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ കന്നി വോട്ടർമാരോട് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് ചെയ്യണം എന്നായിരുന്നു മോദിയുടെ പ്രസംഗം. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിച്ചിട്ടും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത് മോദി തുടർന്നു. ഗുജറാത്തിലും രാജസ്ഥാനിലും നരേന്ദ്രമോദി ഇതാവർത്തിച്ചു. മോദിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത് നിരവധി പരാതികൾ. എന്നാൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ല. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളിൽ 3 പരാതികൾ മാത്രമാണ് സൈറ്റിലുള്ളത്. ഇതിലും മോദിക്കെതിരായ പരാതി കാണാനില്ല. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM ഇതുവരെ നൽകിയത് 4 പരാതികളാണ്. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരവും ആശങ്കാജനകമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ആപത്തെന്നും എത്രയും പെട്ടെന്ന് തെറ്റുതിരുത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതോടെ BJPയെ സഹായിക്കുന്ന തരത്തിൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്തും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോയവർ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്? പ്രിയ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു കടൽ ക്ഷോഭവും അതുപോലെ തന്നെ കാറ്റും മഴയും ഉണ്ടാകും എന്നുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് ആരും പോകരുത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശവും മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഈ മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമോ അതിപ്രക്ഷുബ്ധമോ ആകാൻ സാധ്യതയുള്ളതിനാൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ
ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടി തന്നെ എത്തിച്ചേരണമെന്നുള്ള ഒരു മുന്നറിയിപ്പും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 4 ദിവസത്തേക്ക് ആരും തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴയും അതിശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകും എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലകളിലെ പള്ളികൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കടലിലേക്ക് പോയിരിക്കുന്നവരെ തിരികെ എത്തിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളായിട്ടുള്ള വലിയതുറ, അതുപോലെ തന്നെ ശംഖുമുഖം പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിൽ വലിയ നാശനഷ്ടങ്ങളോ അതുപോലെ തന്നെ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം നാളെ ഇന്ന് വലിയ രീതിയിൽ കാറ്റ് ശക്തമായി വീശാനുള്ള സാഹചര്യമുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പ്രിയ, ശരി. കേരളത്തിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു. കടലിൽ പോയവർ തിരിച്ചു വരണമെന്നും ഇനി കടലിലേക്ക് പോകരുതെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂർ അരിമ്പ്രയിൽ മുസ്ലിം ലീഗ് അക്രമം. സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾ തകർത്ത് ലീഗ് ഗുണ്ടാ സംഘം LDF പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമിച്ചു. UDF നേതൃത്വത്തിന്റെ അറിവോടെ ചീമേനി മോഡൽ ആക്രമണമാണ് നടത്തിയതെന്ന് CPIM ആരോപിച്ചു. വോട്ടെടുപ്പിന് ശേഷം CPIM പ്രവർത്തകനായ പോളചന്ദ്രന്റെ വീട്ടുവരാന്തയിലിരുന്ന് വോട്ടിന്റെ കണക്കുകൾ തയ്യാറാക്കുകയായിരുന്ന LDF പ്രവർത്തകരെയാണ് ലീഗുകാർ ആക്രമിച്ചത്. വടിവാൾ, ഇരുമ്പുദണ്ട് തുടങ്ങിയ മാരകായുധങ്ങളുമായി 10ഓളം പേരടങ്ങുന്ന സംഘം വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇരുന്ന പ്ലാസ്റ്റിക് കസേരകൾ കൊണ്ട് തടഞ്ഞതിനാലാണ് LDF പ്രവർത്തകർക്ക് വടിവാൾ കൊണ്ടുള്ള വെട്ടേൽക്കാതിരുന്നത്. ലീഗ് ആക്രമണത്തിൽ ഗൃഹനാഥ റീന ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇവിടെ എങ്ങനെയാണ് ഇവർ വടിവാളും ആയുധവും മാരകായുധവും കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചത്? ഇതിന് ഉത്തരം പറയണം. UDFന്റെ നേതൃത്വവും സ്ഥാനാർത്ഥിയും ഇതിന് ഉത്തരം പറയണം. 1987 ചീമേനി മോഡൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. വധശ്രമത്തിനും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ തടയൽ നിയമമനുസരിച്ചുള്ള കുറ്റവും ചുമത്തിക്കൊണ്ട് ഈ ക്രിമിനലുകളുടെ പേരിൽ കേസെടുക്കുകയും അടിയന്തരമായി അവരെ പിടികൂടുകയും നിയമത്തിന് മുമ്പിൽ മാതൃകാപരമായി കൊണ്ടുവരികയും വേണം. കൊട്ടേഷൻ സംഘത്തെ ഇറക്കിയാണ് ആക്രമണം നടത്തിയതെന്നും CPIM ആരോപിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ലീഗ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അക്രമം അഴിച്ചുവിട്ടത്. കൈരളി ന്യൂസ്, കണ്ണൂർ. പോളിംഗിലുണ്ടായ വർധനവ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. LDF സ്വാധീന മേഖലകളിലാണ് വോട്ട് വർധന കൂടുതലെന്നതാണ് LDFന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. എന്നാൽ അട്ടിമറി വിജയം UDFും വോട്ട് വർധന BJPയും പ്രതീക്ഷിക്കുന്നു. 2014 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 2.08% പോളിംഗ് വർധനമാണ് 2019 ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവ് തങ്ങൾക്ക് നേട്ടമാകുമെന്ന വിശ്വാസത്തിലാണ് LDFും UDFും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 UDF വിജയിച്ചിട്ടുള്ളത്. കാസർഗോഡും മഞ്ചേശ്വരവും ഈ 2 മണ്ഡലങ്ങളിലും കൂടി 7% പോളിംഗ് ആണ് ഇത്തവണ വർദ്ധിച്ചിട്ടുള്ളത്. LDF വിജയിച്ച ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ ആകെ 8% പോളിംഗ് വർധനവുണ്ടായിട്ടുണ്ട്. LDF സ്വാധീന മേഖലകളിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും UDF കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ LDFന് അനുകൂലമായി നേടാനും സാധിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന്റെ കേന്ദ്രങ്ങളാണ് താരതമ്യേന വോട്ട് വർധന കൂടുതൽ. UDFന്റെ പ്രദേശങ്ങളിൽ ആ നിലവാരത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90,000 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായും ആ വോട്ട് വർദ്ധിച്ച വോട്ടിൽ പോളിംഗിൽ കൂടുതൽ ലഭിക്കുക LDFനാണ്. എന്നാൽ UDF കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയൊഴുക്കുകളിലൂടെ അട്ടിമറി വിജയം നേടുമെന്ന വിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 50,000-ൽ തുടങ്ങി 1 ലക്ഷം, അതിനപ്പുറത്തോട്ടും പോകാം. ഇത്തവണ 35 വർഷത്തിന് ശേഷം ഐക്യമുന്നണി ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 72,000 വോട്ടിന്റെ ലീഡും പ്രചാരണത്തിലെ മേൽക്കൈയും LDFന് അനുകൂല ഘടകങ്ങളാണ്. തങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകില്ലെന്നും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെ സുധാകരന്റെ കള്ളവോട്ട് ആരോപണം തോൽവിഭയം മൂലമെന്ന് MV ജയരാജൻ. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജയരാജന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടും ക്രമക്കേടും വ്യാപകമായി നടന്നു എന്ന UDF ആക്ഷേപം വാസ്തവവിരുദ്ധവും ആടിനെ പട്ടിയാക്കുന്നതും അവർ നടത്തിയ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ മൂടിവെക്കാനുമുള്ള ഒരു പ്രചരണമാണ്. അപ്പോൾ പരാജയപ്പെടാൻ പോകുന്ന വേളയിലെല്ലാം UDF സ്വീകരിക്കുന്ന അതേ തന്ത്രമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. തൊവരിമലയിലെ സമരക്കാർ കളക്ടറേറ്റ് ഉപരോധിച്ചു. തൊവരിമലയിലെ വനഭൂമി കയ്യേറ്റമൊഴിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഭൂസമര സമിതി പ്രവർത്തകർ കളക്ടറേറ്റ് ഉപരോധിച്ചത്. CPML നിയന്ത്രണത്തിലുള്ള അഖിലേന്ത്യാ ക്രാന്തി കിസാൻ സഭ, ഭൂസമര സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ തൊവരിമലയിൽ ഹാരിസൺ എസ്റ്റേറ്റിന് സമീപത്തെ മിച്ചഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു നടത്തിവന്ന ഭൂസമരമാണ് ഇന്നു രാവിലെ ഒഴിപ്പിച്ചത്. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ടിക്ടോക്ക് ആപ്ലിക്കേഷന് ഏർപ്പെടുത്തിയ നിരോധനം മദ്രാസ് ഹൈക്കോടതി നീക്കി. ടിക്ടോക്കിലെ വിവാദ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ സംവിധാനമുണ്ടെന്ന കമ്പനിയുടെ മറുപടി അംഗീകരിച്ചാണ് വിലക്ക് നീക്കാൻ മദ്രാസ് ഹൈക്കോടതി തീരുമാനിച്ചത്. ഏപ്രിൽ 3-നായിരുന്നു ടിക്ടോക്കിന് കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് കമ്പനി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് വീണ്ടും മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചത്. നിരോധനം നീക്കിയതോടെ ആപ്ലിക്കേഷൻ വീണ്ടും പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 16 ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തു. ബുധനാഴ്ച ശ്രീലങ്കൻ എയർവേസ് വിമാനത്തിൽ ദുബായിൽ നിന്നും കൊളംബോ വഴി കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം 227 കാർട്ടൺ സിഗരറ്റ് പിടികൂടിയത്. ഇതിന് 16 ലക്ഷത്തിലധികം രൂപ വിലമതിക്കും. സിഗരറ്റ് കടത്തിക്കൊണ്ടുവന്ന യാത്രക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സിഗരറ്റ് ഏറ്റുവാങ്ങാൻ ഒരാൾ വിമാനത്താവള ടെർമിനലിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് അയാളെയും കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശിയാണ് സിഗരറ്റ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നത്. 2 പേരെയും കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശ്രീലങ്കയിൽ 359 പേർ കൊല്ലപ്പെട്ട ചാവേർ സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് മേധാവിയോടും പ്രതിരോധ സെക്രട്ടറിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരിക്കാത്തതിനാണ് നടപടി. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയ 9 പേരിൽ ഒരാൾ സ്ത്രീയാണെന്ന് പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവർ വെളിപ്പെടുത്തി. 60-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജനതാദൾ S നേതാക്കളായ 7 പേരുടെ മൃതദേഹം ബംഗളൂരുവിലെ എത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു പറയും. ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ പിന്നിലായതിന് കാരണം KPCCയിൽ നിന്ന് ഫണ്ട് എത്താത്തതുകൊണ്ടെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കെതിരായിട്ട് തുടക്കം മുതൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ 20 സ്ഥാനാർത്ഥികൾ UDFിലുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഢാലോചന നടന്നത് എനിക്കെതിരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ അടുത്ത് പ്രചരണ രംഗത്ത് വളരെ പിറകെ പോയില്ലേ, എന്തുകൊണ്ടാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആര് പിറകെ പോയി, എവിടെ പിറകെ പോയി? അല്ല, തുടക്കത്തിലെ വലിയ പരാതി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ട് പരാതി, ഞങ്ങൾ പിറകിലാണ്. കാരണം രാഷ്ട്രീയ എതിരാളി ഞങ്ങളുടെ 2 മുന്നണി മത്സരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു പ്രചരണ രംഗത്ത് വളരെ ശക്തമായി നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്താ ചോദിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഫണ്ടില്ല. കാരണം അതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ വലിയൊരു പദയാത്ര നടത്തി. ഉള്ള ഫണ്ട് പിരിച്ചു കിട്ടിയ ഫണ്ട് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് KPCC ഫണ്ട് പിരിച്ചു. അത് ഞങ്ങൾക്ക് വിഹിതം കിട്ടിയില്ല. VK ശ്രീകണ്ഠന്റെ പരാതിയെ കുറിച്ചറിയില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ ഫണ്ടിന്റെ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ UDF സ്ഥാനാർത്ഥികൾക്കെല്ലാം ഫണ്ട് ഒരുപോലെയാണ് കൊടുത്തതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായി ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് ഫണ്ടിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ വിവേചനം കാണിച്ചില്ല. ആകെ 70 ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വിളിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് നേതൃത്വത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പരിമിതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു.
പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അധികം കൊടുത്തു പറഞ്ഞാൽ അതും പറ്റില്ല. കാരണം കൊടുക്കാൻ പണമില്ല. ഞാൻ കേൾക്കൂ, ഇവിടെ മാത്രമല്ല, സാക്ഷാൽ രാഹുൽജി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഞങ്ങൾക്ക് ഫണ്ടിന്റെ പരിമിതി ഉണ്ട്, പ്രയാസമുണ്ട്. അത് സത്യമാണ്. കെവിൻ കേസിൽ ഒന്നാം പ്രതി ഷാനു ചാക്കോ ഉൾപ്പെടെ 7 പേരെ മുഖ്യസാക്ഷി അനീഷ് സെബാസ്റ്റ്യൻ തിരിച്ചറിഞ്ഞു. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയുടെ ആദ്യ ദിനത്തിലാണ് അനീഷ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അതേസമയം 5ാം പ്രതി ചാക്കോ ഉൾപ്പെടെ 3 പേരെ തിരിച്ചറിഞ്ഞില്ല. 14 പ്രതികളും ഒരുപോലെ വെള്ള വസ്ത്രം ധരിച്ചതും രൂപമാറ്റം വരുത്തിയതും സാക്ഷിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 2018 മെയ് 27-നാണ് കേസിനാസ്പദമായ സംഭവം. കൊല്ലപ്പെട്ട കെവിന്റെ ബന്ധുവും മുഖ്യസാക്ഷിയുമായ അനീഷിനെയാണ് പ്രോസിക്യൂഷൻ ആദ്യം വിസ്തരിച്ചത്. വിസ്താരത്തിൽ സംഭവങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ച അനീഷ് മുഖ്യപ്രതി ഷാനു ചാക്കോ ഉൾപ്പെടെ 7 പ്രതികളെ തിരിച്ചറിഞ്ഞു. കണ്ണിനെ കാഴ്ചക്കുറവുള്ള അനീഷ് പ്രയാസപ്പെട്ടാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അതേസമയം നീനുവിന്റെ പിതാവും 5ാം പ്രതിയുമായ ചാക്കോ ഉൾപ്പെടെ 3 പേരെ അനീഷ് തിരിച്ചറിഞ്ഞില്ല. പ്രതികളെല്ലാം ഒരേപോലെ വെള്ളവസ്ത്രം ധരിച്ചും രൂപമാറ്റം വരുത്തിയതിനാലും തിരിച്ചറിയുന്നതിൽ സാക്ഷിക്ക് ആശയക്കുഴപ്പമുണ്ടായി. ഇക്കാര്യം അനീഷ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. അവരുടെ ഒരു വേഷപ്രച്ഛന്നരായ കോടതി വന്ന് അവരുടെ പഴയ അപ്പിയറൻസ് ഒക്കെ മാറ്റി മുടി മൊട്ട ചിലർ വളരെ പറ്റ താടി പഠിച്ചു. താടി ഉണ്ടായിരുന്ന താടിയായിരുന്നു പലരുടെ ഐഡന്റിറ്റി. താടിയൊക്കെ പഠിച്ചു. അങ്ങനെ അവരുടെ അപ്പിയറൻസിനകത്ത് ഒരു വ്യത്യാസപ്പെടുത്തി വന്നു. എല്ലാവരും ഒരേ കളറുള്ള ഷർട്ട്, വെള്ള ഷർട്ട് ധരിച്ചാണ് എല്ലാവരും വന്നത്. തിരിച്ചറിയുന്നതിലേക്ക് ചില പെശകൾ പറ്റിയിട്ടുണ്ട്. SI ബിജു അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. ബിജുവും അജയകുമാറും ചേർന്ന് ഇതിലെ 1ഉം 3ഉം പ്രതികളുടെ ഫോട്ടോ അവരുടെ ടെലിഫോൺ ഈ സ്ഥലത്തൊക്കെ ഉണ്ട്. അങ്ങനെ വേറെയും ഒരുപാട് തെളിവുകളുണ്ട്. വേറെയും ശാസ്ത്രീയമായ തെളിവുകളൊക്കെ അവർക്കെതിരായിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രോസിക്യൂഷൻ വിസ്താരം വൈകിട്ട് 4-നാണ് പൂർത്തിയായത്. അതിനുശേഷം മുഖ്യപ്രതി ഷാനു ചാക്കോയുടെ അഭിഭാഷകൻ സൂരജ് അനീഷിനെ ക്രോസ് വിസ്താരം ചെയ്തു. കോടതി സമയം കഴിഞ്ഞും വിചാരണ നീണ്ടുപോയി. 186 സാക്ഷികളെ വിസ്തരിക്കേണ്ടതിനാൽ മധ്യവേനൽ അവധി ഒഴിവാക്കിയാണ് വിചാരണ. ഇതിന് ഹൈക്കോടതി പ്രത്യേക അനുമതി നൽകി. കൈരളി ന്യൂസ്, കോട്ടയം. മോദിക്കെതിരായ ചട്ടലംഘന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാനില്ല. സൈന്യത്തിന്റെ പേരിൽ മോദി വോട്ട് തേടിയതിനെതിരെയുള്ള പരാതികളാണ് കാണാനില്ലാത്തത്. മോദിക്കെതിരെ CPIM ഇതുവരെ നൽകിയത് 4 പരാതികൾ. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരമെന്നും തെറ്റുതിരുത്താൻ കമ്മീഷൻ ഉടൻ തയ്യാറാകണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം മറികടന്ന് നിരവധി തവണയാണ് നരേന്ദ്രമോദി സൈനികരുടെ പേരിൽ വോട്ട് തേടിയത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ കന്നി വോട്ടർമാരോട് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് ചെയ്യണം എന്നായിരുന്നു മോദിയുടെ പ്രസംഗം. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിച്ചിട്ടും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത് മോദി തുടർന്നു. ഗുജറാത്തിലും രാജസ്ഥാനിലും നരേന്ദ്രമോദി ഇതാവർത്തിച്ചു. മോദിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും സൈനികരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത് നിരവധി പരാതികൾ. എന്നാൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ല. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളിൽ 3 പരാതികൾ മാത്രമാണ് സൈറ്റിലുള്ളത്. ഇതിലും മോദിക്കെതിരായ പരാതി കാണാനില്ല. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM ഇതുവരെ നൽകിയത് 4 പരാതികളാണ്. പരാതികൾ കാണാനില്ലാത്തത് ഗുരുതരവും ആശങ്കാജനകമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ആപത്തെന്നും എത്രയും പെട്ടെന്ന് തെറ്റുതിരുത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതോടെ BJPയെ സഹായിക്കുന്ന തരത്തിൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമം നടത്തിയെന്ന ആരോപണത്തിൽ സുപ്രീംകോടതി ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബയൻസിന്റെ അധിക സത്യവാങ്മൂലം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനം. അധിക സത്യവാങ്മൂലം നൽകാൻ ബയൻസിന് കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ശ്രമം നടത്തിയതിൽ 3 സുപ്രീംകോടതി ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ ബയൻസ് വ്യക്തമാക്കും. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക.
രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും അതിന്റെ സംരക്ഷണത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുള്ള പോലെ പൊതുസമൂഹത്തിനുമുണ്ടെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞു. കുവൈറ്റിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന ടോക്ക് ഷോയിൽ സംസാരിക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുള്ള പോലെ തന്നെ പൊതുസമൂഹത്തിനുമുണ്ടെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ചലമേശ്വർ പറഞ്ഞു. കുവൈത്തിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന ടോക്ക് ഷോയിൽ സംസാരിക്കാൻ എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. പൗരന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കടമകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യായാധിപർ ഉൾപ്പെടെയുള്ളവർ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലുണ്ടാകുന്ന അപജയങ്ങളുടെ പകർപ്പ് ജുഡീഷ്യറിയിലും കണ്ടേക്കാം. അത് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ നിയമ സംവിധാനത്തിന്റെ കാവൽക്കാർ എന്ന നിലക്ക് ഇക്കാര്യത്തിൽ ഏറെ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഫഹഹിൽ കറി ലീഫ് റെസ്റ്റോറന്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PPF പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവരും സംബന്ധിച്ചു. ഏപ്രിൽ 26 വെള്ളിയാഴ്ച മംഗഫ് അൽനജാദ് സ്കൂളിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ടോക്ക് ഷോയിൽ ജസ്റ്റിസ് ചലമേശ്വർ കുവൈത്ത് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ബ്യൂറോ, കുവൈത്ത്. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂർ അരിമ്പ്രയിൽ മുസ്ലിം ലീഗ് അക്രമം. CPIM പ്രവർത്തകരുടെ വീടുകൾ തകർത്ത ലീഗ് ഗുണ്ടാ സംഘം LDF പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമിച്ചു. UDF നേതൃത്വത്തിന്റെ അറിവോടെ ചീമേനി മോഡൽ ആക്രമണമാണ് നടത്തിയതെന്ന് CPIM ആരോപിച്ചു. വോട്ടെടുപ്പിന് ശേഷം CPIM പ്രവർത്തകനായ പോളചന്ദ്രന്റെ വീട്ടുവരാന്തയിലിരുന്ന് വോട്ടിന്റെ കണക്കുകൾ തയ്യാറാക്കുകയായിരുന്ന LDF പ്രവർത്തകരെയാണ് ലീഗുകാർ ആക്രമിച്ചത്. വടിവാൾ, ഇരുമ്പുദണ്ട് തുടങ്ങിയ മാരകായുധങ്ങളുമായി 10ഓളം പേരടങ്ങുന്ന സംഘം വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇരുന്ന പ്ലാസ്റ്റിക് കസേരകൾ കൊണ്ട് തടഞ്ഞതിനാലാണ് LDF പ്രവർത്തകർക്ക് വടിവാൾ കൊണ്ടുള്ള വെട്ടേൽക്കാതിരുന്നത്. ലീഗ് ആക്രമണത്തിൽ ഗൃഹനാഥ റീന ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇവിടെ എങ്ങനെയാണ് ഇവർ വടിവാളും ആയുധവും മാരകായുധവും കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചത്? ഇതിന് ഉത്തരം പറയണം. UDFന്റെ നേതൃത്വവും സ്ഥാനാർത്ഥിയും ഇതിന് ഉത്തരം പറയണം. 1987 ചീമേനി മോഡൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറഞ്ഞു. വധശ്രമത്തിനും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ തടയൽ നിയമമനുസരിച്ചുള്ള കുറ്റവും ചുമത്തിക്കൊണ്ട് ഈ ക്രിമിനലുകളുടെ പേരിൽ കേസെടുക്കുകയും അടിയന്തരമായി അവരെ പിടികൂടുകയും നിയമത്തിന് മുമ്പിൽ മാതൃകാപരമായി കൊണ്ടുവരികയും വേണം. കൊട്ടേഷൻ സംഘത്തെ ഇറക്കിയാണ് ആക്രമണം നടത്തിയതെന്നും CPIM ആരോപിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ലീഗ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അക്രമം അഴിച്ചുവിട്ടത്. കൈരളി ന്യൂസ്, കണ്ണൂർ. പോളിംഗിലുണ്ടായ വർധനവ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. LDF സ്വാധീന മേഖലകളിലാണ് വോട്ട് വർധന കൂടുതലെന്നതാണ് LDFന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. എന്നാൽ അട്ടിമറി വിജയം UDFും വോട്ട് വർധന BJPയും പ്രതീക്ഷിക്കുന്നു. 2014 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 2.08% പോളിംഗ് വർധനമാണ് 2019 ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവ് തങ്ങൾക്ക് നേട്ടമാകുമെന്ന വിശ്വാസത്തിലാണ് LDFും UDFും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 UDF വിജയിച്ചിട്ടുള്ളത്. കാസർഗോഡും മഞ്ചേശ്വരവും ഈ 2 മണ്ഡലങ്ങളിലും കൂടി 7% പോളിംഗ് ആണ് ഇത്തവണ വർദ്ധിച്ചിട്ടുള്ളത്. LDF വിജയിച്ച ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ ആകെ 8% പോളിംഗ് വർധനവുണ്ടായിട്ടുണ്ട്. LDF സ്വാധീന മേഖലകളിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും UDF കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ LDFന് അനുകൂലമായി നേടാനും സാധിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന്റെ കേന്ദ്രങ്ങളാണ് താരതമ്യേന വോട്ട് വർധന കൂടുതൽ. UDFന്റെ പ്രദേശങ്ങളിൽ ആ നിലവാരത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90,000 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായും ആ വോട്ട് വർദ്ധിച്ച വോട്ടിൽ പോളിംഗിൽ കൂടുതൽ ലഭിക്കുക LDFനാണ്. എന്നാൽ UDF കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയൊഴുക്കുകളിലൂടെ അട്ടിമറി വിജയം നേടുമെന്ന വിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 50,000 തുടങ്ങി 1 ലക്ഷം, അതിനപ്പുറത്തോട്ടും പോകാം. ഇത്തവണ 35 വർഷത്തിന് ശേഷം ഐക്യമുന്നണി ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 72,000 വോട്ടിന്റെ ലീഡും പ്രചാരണത്തിലെ മേൽക്കൈയും LDFന് അനുകൂല ഘടകങ്ങളാണ്.
തങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകില്ലെന്നും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെ സുധാകരന്റെ കള്ളവോട്ട് ആരോപണം തോൽവി ഭയം മൂലമെന്ന് MP ജയരാജൻ. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജയരാജന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടും ക്രമക്കേടും വ്യാപകമായി നടന്നു എന്ന UDF ആക്ഷേപം വാസ്തവവിരുദ്ധവും ആടിനെ പട്ടിയാക്കുന്നതും അവർ നടത്തിയ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ മൂടിവെക്കാനുമുള്ള ഒരു പ്രചരണമാണ്. അപ്പോൾ പരാജയപ്പെടാൻ പോകുന്ന വേളയിലെല്ലാം UDF സ്വീകരിക്കുന്ന അതേ തന്ത്രമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. തൊവരിമലയിലെ സമര കളക്ടറേറ്റ് ഉപരോധിച്ചു. തൊവരിമലയിലെ വനഭൂമി കൈയേറ്റം ഒഴിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഭൂസമര സമിതി പ്രവർത്തകർ കളക്ടറേറ്റ് ഉപരോധിച്ചത്. CPML, റെഡ് സ്റ്റാർ നിയന്ത്രണത്തിലുള്ള അഖിലേന്ത്യാ ക്രാന്തി കിസാൻ സഭ, ഭൂസമര സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ തൊവരിമലയിൽ ഹാരിസൺ എസ്റ്റേറ്റിന് സമീപത്തെ മിച്ചഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു നടത്തിവന്ന ഭൂസമരമാണ് ഒഴിപ്പിച്ചത്. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ടിക്ടോക്ക് ആപ്ലിക്കേഷന് ഏർപ്പെടുത്തിയ നിരോധനം മദ്രാസ് ഹൈക്കോടതി നീക്കി. ടിക്ടോക്കിലെ വിവാദ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ സംവിധാനമുണ്ടെന്ന കമ്പനിയുടെ മറുപടി അംഗീകരിച്ചാണ് വിലക്ക് നീക്കാൻ മദ്രാസ് ഹൈക്കോടതി തീരുമാനിച്ചത്. ഏപ്രിൽ 3-നായിരുന്നു ടിക്ടോക്കിന് കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് കമ്പനി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് വീണ്ടും മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചത്. നിരോധനം നീക്കിയതോടെ ആപ്ലിക്കേഷൻ വീണ്ടും പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 16 ലക്ഷം രൂപ വില മതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ശ്രീലങ്കൻ എയർവേസ് വിമാനത്തിൽ ദുബായിൽ നിന്നും കൊളംബോ വഴി കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം 226 കാർട്ടൺ പിടികൂടിയത്. ഇതിന് 16 ലക്ഷത്തിലധികം രൂപ വില മതിക്കും. സിഗരറ്റ് കടത്തിക്കൊണ്ടുവന്ന യാത്രക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സിഗരറ്റ് ഏറ്റുവാങ്ങാൻ ഒരാൾ വിമാനത്താവള ടെർമിനലിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് അയാളെയും കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശിയാണ് സിഗരറ്റ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നത്. 2 പേരെയും കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്യും. ശ്രീലങ്കയിൽ 359 പേർ കൊല്ലപ്പെട്ട ചാവേർ സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് മേധാവിയോടും പ്രതിരോധ സെക്രട്ടറിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരിക്കാത്തതിനാണ് നടപടി. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയ 9 പേരിൽ ഒരാൾ സ്ത്രീയാണെന്ന് പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവാർ വെളിപ്പെടുത്തി. 60-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജനതാദൾ S നേതാക്കളായ 7 പേരുടെ മൃതദേഹം ബംഗളൂരുവിൽ എത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു പറയും. ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ പിന്നിലായതിന് കാരണം KPCCയിൽ നിന്ന് ഫണ്ട് എത്താത്തതുകൊണ്ടെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കെതിരായിട്ട് തുടക്കം മുതൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു പക്ഷെ കേരളത്തിൽ 20 സ്ഥാനാർത്ഥികൾ UDFിലുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഗൂഢാലോചന നടന്നത് എനിക്കെതിരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ അടുത്ത് പ്രചരണ രംഗത്ത് വളരെ പിറകെ പോയില്ലേ, എന്തുകൊണ്ടാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആര് പിറകെ പോയി, എവിടെ പിറകെ പോയി? അല്ല, തുടക്കത്തിലെ വലിയ പരാതി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾക്കുണ്ട് പരാതി, ഞങ്ങൾ പിറകിലാണ്. കാരണം രാഷ്ട്രീയ എതിരാളി ഞങ്ങളുടെ 2 മുന്നണി മത്സരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു പ്രചരണ രംഗത്ത് വളരെ ശക്തമായി നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെന്താ ചോദിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഫണ്ടില്ല. കാരണം അതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ വലിയൊരു പദയാത്ര നടത്തി. ഉള്ള ഫണ്ട് പിരിച്ചു കിട്ടിയ ഫണ്ട് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് KPCC ഫണ്ട് പിരിച്ചു. അത് ഞങ്ങൾക്ക് വിഹിതം കിട്ടിയില്ല. അതേസമയം VK ശ്രീകണ്ഠന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ ഫണ്ടിന്റെ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ UDF സ്ഥാനാർത്ഥികൾക്കെല്ലാം ഫണ്ട് ഒരുപോലെയാണ് കൊടുത്തതെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടാൻ ശ്രമിച്ച അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും പറഞ്ഞില്ല.
പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്, ഞങ്ങൾക്ക് ഫണ്ടിന്റെ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ വിവേചനം കാണിച്ചില്ല. ആകെ 70 ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ഫണ്ട് കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വിളിച്ചുകൊണ്ട് KPC പ്രസിഡന്റ് നേതൃത്വത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പരിമിതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അധികം കൊടുത്തു പറഞ്ഞാൽ അതും പറ്റില്ല, കാരണം കൊടുക്കാൻ പണമില്ല. ഞാൻ കേൾക്കൂ, ഇവിടെ മാത്രമല്ല, സാക്ഷാത് രാഹുൽജി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഞങ്ങൾക്ക് ഫണ്ടിന്റെ പരിമിതി ഉണ്ട്, പ്രയാസമുണ്ട്, അത് സത്യമാണ്. ന്യൂസിലൻഡിലെ തണുത്തുറഞ്ഞ ജലാശയത്തിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജലാശയത്തിൽ നിന്ന് രാത്രി നീന്തിക്കരയിലെത്തിയ 3 മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ ചാവേറായവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെട്ടതായി ശ്രീലങ്കൻ പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവർദ്ധന. ഹോട്ടലുകളിലും പള്ളികളിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ 9 പേരാണ് ചാവേറുകളായത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുന്നു. റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ഉച്ചകോടിയിൽ കരാർ ഒപ്പുവെക്കലോ സംയുക്ത പ്രസ്താവന ഉണ്ടാവില്ലെന്നാണ് സൂചന. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അല്പസമയത്തിനകം.